ക്ലെയർവോയിലെ വിശുദ്ധ ബെർനാഡ് 1090 ഫ്രാൻസിലെ ദിജോണിന് സമീപമുള്ള ഒരു കുലീന ബുർഗണ്ടിയൻ കുടുംബത്തിലെ മൂന്നാമത്തെ മകനായിട്ടാണ് വിശുദ്ധ ബെർനാഡ് ജനിച്ചത്. വളരെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വിശുദ്ധൻ തന്റെ 22ാമത്തെ വയസ്സിൽ സിറ്റ്യുവിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേരുകയും തന്റെ പിതാവും സഹോദരനും ഉൾപ്പെടെ 30ഓളം കുലീന കുടുംബാംഗങ്ങളായ യുവാക്കളെയും തന്റെ മാതൃക പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം സന്യാസിമാർക്കൊപ്പം വിശുദ്ധൻ ക്ലെയർവോയിൽ ഒരു സന്യാസ ഭവനം സ്ഥാപിക്കുകയും 1115 അവിടുത്തെ ആശ്രമാധിപനായി നിയമിതനാവുകയും ചെയ്തു. വിശുദ്ധ ബെർനാഡ് ഒരു നല്ല വേദപാരംഗതനും രാജാക്കന്മാരുടെ അനുരഞ്ജകനും പാപ്പമാരുടെ ഉപദേഷ്ടാവും ഉപരി ഒരു അത്ഭുത പ്രവർത്തകനുമായിരുന്നു. നിരവധി ആശ്രമങ്ങൾ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി. ക്ലെയർവോയിൽ ആശ്രമത്തിൽ വിശുദ്ധൻ നടപ്പിലാക്കിയ സന്യാസ നിയമങ്ങൾ പിൽക്കാലത്ത് നടപ്പിലാക്കിയ സിസ്റ്റേഴ്സിയൻ നവീകരണത്തിൽ ഏതാണ്ട് 163ഓളം ആശ്രമങ്ങളിൽ മാതൃകയാക്കപ്പെട്ടു. യുജിൻ മൂന്നാമൻ എന്ന പേരിൽ പാപ്പയായി തീർന്ന പിസായിലെ ബെർനാഡ് വിശുദ്ധന്റെ ശിഷ്യനായിരുന്നു. അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിലും രാജാക്കന്മാർക്കിടയിലും പുരോഹിത വൃന്ദത്തിന് ഇടയിലുമുള്ള വിശുദ്ധന്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ്. വളരെയേറെ അനുതാപപരവും കാർക്കശ്യമേറിയതുമായ ജീവിത രീതികളാണ് വിശുദ്ധൻ പിന്തുടർന്നിരുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും വളരെയേറെ ഉത്സാഹനായിരുന്നു വിശുദ്ധൻ. 1153 ഓഗസ്റ്റ് 20 ക്ലെയർവോയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. വിശുദ്ധ ബെർനാഡിനെ സിസ്റ്റേഴ്സിയൻ സന്യാസ സമൂഹത്തിന്റെ 2ാമത്തെ സ്ഥാപകനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ പിൽക്കാലത്ത് ആരാധനാക്രമങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്.